കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ മാരകമായ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം. പമ്പയാറ്റിൽ റാന്നി പമ്പ് ഹൗസിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ശുദ്ധജലത്തിൽ പൂജ്യമായിരിക്കേണ്ട ബാക്ടീരിയയുടെ അളവ് അപകടകരമായ നിലയിലാണെന്നാണ് പരിശോധനാ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട റാന്നി നിവാസികളുടെ ദാഹമകറ്റാൻ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഇപ്പോൾ രോഗഭീതി വിതയ്ക്കുകയാണ്. പമ്പയാറ്റിലെ ഒഴുക്കുള്ള ഭാഗത്തു നിന്നും വെള്ളം ശേഖരിക്കണമെന്ന നിബന്ധന കാറ്റിൽ പുറത്തെയാണ് നിലവിലെ പമ്പിംഗ്. സാമൂഹ്യ പ്രവർത്തകനായ സിൽവിൻ ബെന്നി മുൻകൈയെടുത്ത് നടത്തിയ ലാബ് പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പമ്പ് ഹൗസിലെ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ 100 മില്ലിയിൽ 300 CFU കോളിഫോം ബാക്ടീരിയയും 80 CFU ഈക്കോളിയുമാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിലും ഭയാനകമായത് വീടുകളിലെ ടാപ്പുകളിലൂടെ എത്തുന്ന വെള്ളത്തിലെ കണക്കാണ്. 100 മില്ലിയിൽ 140 CFU കോളിഫോം ബാക്ടീരിയയും 15 CFU ഈക്കോളിയും വീടുകളിലെത്തുന്ന വെള്ളത്തിലുണ്ട്. ബാക്ടീരിയയുടെ സാന്നിധ്യം 1% പോലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥാനത്താണിത്. ഇവർ പമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഞാൻ പരിശോധിച്ചപ്പോൾ ആ വെള്ളത്തിൽ 147 CFU ആണ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വേണമെങ്കിലും ആ വെള്ളത്തിൽ കൂടെ വരാം. ഇത് ഇവരാകെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചേറെ ഈ ക്ലോറിൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോറിൻ വാരി കലക്കിയായിട്ടാണ് ഈ പമ്പ് ചെയ്യുന്നത്. ഈ ക്ലോറിനേഷൻ നടത്തിയതിന് ശേഷം ഈ വെള്ളത്തിലുള്ളത് 15 CFU ആണ്. അത് 147 എന്നുള്ള 15ആയി. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോളിഫോം 1 ആണെങ്കിലും കോളിഫോം 14 ആണെങ്കിലും കോളിഫോം 200 ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ സെയിമാണ്. അവിടെയാണ് പ്രശ്നം. അത് കർശനമായി പറയുന്നുണ്ട്, കുടിവെള്ളത്തിൽ കോളിഫോം കാണാൻ പാടില്ല, മനുഷ്യ വിസർജ്യമാണ് ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത്. റാന്നിയിലെ 8ഓളം പ്രധാന ടാങ്കുകളിലേക്കാണ് ഈ മലിനജലം എത്തുന്നത്. പമ്പ് ഹൗസിന് സമീപമുണ്ടായിരുന്ന പഴയ കിണർ നശിച്ചതും ആറ്റിലെ ഒഴുക്കുള്ള ഭാഗത്തേക്ക് പൈപ്പുകൾ നീട്ടാൻ അധികൃതർ തയ്യാറാകാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. പണ്ട് ഇവിടെ ഈ പമ്പാ നദിക്ക് നടുക്ക് ഒരു കിണർ കുഴിച്ചിട്ട് ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് പമ്പ് ചെയ്തായിരുന്നു റാന്നിയിലെ വിഭാഗങ്ങളിലേക്ക് വെള്ളം ആളുകൾ കുടിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥിതി മാറിയിട്ട് അവിടെ നോക്കി അറിയാം, ആ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും ഒരു കൈത്തോട് പോലെ വെട്ടി ഇത് ഈ പമ്പ് ഹൗസിലേക്ക് വഴിതിരിച്ച് വിട്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക. ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് യാതൊരു ശുദ്ധീകരണ പ്രവർത്തനങ്ങളോ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകളോ ഇല്ലാതെ റാന്നിയിൽ അങ്ങാടി ഭാഗങ്ങളിൽ പല ഭാഗങ്ങളെ മേനാന്തോട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ 8ഓളം സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്കുകളുണ്ട്. ആ വാട്ടർ ടാങ്കിലേക്ക് ഡയറക്റ്റ് പമ്പ് ചെയ്ത് കയറ്റി അവിടെ നിന്ന് വിവിധ വീടുകളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഈ നാട്ടുകാർ മുഴുവൻ ഈ വെള്ളമാണ് കുടിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടട്ടെ എന്നുള്ളത് തന്നെയാണ് കാര്യം. കണ്ണുള്ളവർ കണ്ണു തുറക്കട്ടെ എന്നുള്ളതാണ്. കടുത്ത വേനലിൽ മലിനജലം കുടിച്ച് പകർച്ചവ്യാധികളുടെ പിടിയിലാകുമോ എന്ന ഭീതിയിലാണ് റാന്നിയിലെ ജനങ്ങൾ. ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കാൻ ഇനി എത്ര പേർ രോഗികളാകേണ്ടി വരുമെന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ക്യാമറമാൻ രതീഷ് മാഡ്ബിഷ്യലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.